നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗസയെ പൂർണ്ണമായി കീഴടക്കുന്ന സൈനിക നടപടിക്ക് മുന്നോടിയായി സേനയിലെ അംഗബലം കൂട്ടാൻ ഇസ്രായേൽ കടക്കുന്നു. 50,000 റിസർവ് സൈനികരെ സൈന്യത്തിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ച മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളിലായിരിക്കും സൈനിക നടപടി. ജനസാന്ദ്രത കൂടിയതാണ് ഈ മേഖലകളിൽ എത്തിയതിനാൽ വെല്ലുവിളി നിറഞ്ഞതാകും ഇത്. അതേസമയം ഗാസ കീഴടക്കലിനുള്ള മുന്നൊരുക്കം നിലവിൽ ഗ്രൗണ്ടിലുള്ള ഇസ്രായേൽ സേന തുടങ്ങിക്കഴിഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ കഴിയുന്ന ഗസ സിറ്റി ഏറ്റെടുക്കാനുള്ള സൈനിക നീക്കത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതിനായി ഇസ്രായേൽ സേന അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 60,000 റിസർവ് സൈനികരെ കൂടി വിളിപ്പിക്കും. നിലവിൽ സേവനത്തിലുള്ള 20,000 റിസർവ് സേനാ അംഗങ്ങൾക്ക് തുടരാൻ നിർദ്ദേശം നൽകും. ഇതുവരെയും ഇസ്രായേൽ കരസേന നേരിട്ട് ഇറങ്ങാത്ത ഗസ സിറ്റിയിൽ പൂർണ്ണമായി ഫലസ്തീനികളെ ഒഴിപ്പിക്കലും കെട്ടിടങ്ങൾ തകർക്കലും അടക്കം നടപ്പാക്കും. ഗസ സിറ്റിയുടെ ഭാഗമായ സെയ്ത്തൂർ, ജബാലിയ എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. ഹമാസിന്റെ ശക്തി കേന്ദ്രവും ഭരണസിരാ കേന്ദ്രവുമായ ഗസ സിറ്റിയിലെ വിശാലമായ തുരങ്കങ്ങൾക്കകത്താണ് ബന്ദികളെ പാർപ്പിച്ചത് എന്ന് ഇസ്രായേൽ കരുതുന്നു. ഇവരുടെ കൊലപാതകത്തിൽ കൂടി കലാശിക്കുന്നതാകും കരസേന നീക്കം. ഗസ സിറ്റിയിലേക്ക് സൈനിക നീക്കം വ്യാപിപ്പിക്കുന്നതിനെതിരെ സൈന്യത്തിനകത്തു തന്നെ കടുത്ത എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. ബന്ദികളുടെ കുടുംബങ്ങളും ഇതിനെതിരെയാണ്. ബന്ദിമോചനം ഉറപ്പാക്കി 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. വെള്ളിയാഴ്ചയ്ക്കകം പ്രതികരിക്കാമെന്ന് ഇസ്രായേൽ അറിയിച്ചതിനിടെയാണ് പുതിയ പ്രഖ്യാപനം. ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറെന്ന ഹമാസ് നിർദ്ദേശത്തിൽ ലോകം വലിയ പ്രതീക്ഷയിലായിരുന്നുവെങ്കിലും ഇസ്രായേൽ അത് തള്ളുകയായിരുന്നു. മധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റവും കൂടാതെ ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തില്ല എന്നും ഗസയിൽ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇപ്പോൾ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് സമ്മർദ്ദത്തിൽ ആണെന്നും ഗസ പൂർണ്ണമായി പിടിക്കുമെന്നും നെതന്യാഹു പറയുന്നു. ഇസ്രായേൽ കുരുതി തുടരുന്ന ഗസയിൽ 24 മണിക്കൂറിനിടെ ഭക്ഷണം കാത്തുനിന്ന 22 പേരടക്കം 56 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 185 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മുൻ ഫലസ്തീൻ ദേശീയ ബാസ്കറ്റ്ബോൾ താരം മുഹമ്മദ് ഷാലാനും ഭക്ഷണം കാത്തു നിൽക്കെ സൈന്യം വെടിവെച്ച് കൊന്നു എന്നാണ് വിവരം. ഖാൻ യൂനിസിലാണ് 40-കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 62,122 ആയി. പട്ടിണി മൂലം 3 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 112 കുട്ടികൾ അടക്കം 269 ആയി. വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷണപ്പൊതി വീണ് ദക്ഷിണ ഗാസയിൽ വൃദ്ധനും മരിച്ചു. ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,000 കടന്നു. അതിനിടെ ഗസയിൽ സൈനിക നീക്കം ശക്തമായതോടുകൂടി അതിർത്തി വഴി പലായന സാധ്യത കണക്കിലെടുത്ത ഈജിപ്ത് സിറിയ മരുഭൂമിയിൽ സൈനിക വിന്യാസം ശക്തമാക്കി. വടക്കൻ സിനായിൽ 40,000 സൈനികരാണ് ഉള്ളത്. ഫലസ്തീനികളിലെ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രായേൽ സൈന്യത്തെ സഹായിച്ച മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ നൽകുന്നതിനെതിരെ കമ്പനി ആസ്ഥാനത്ത് പ്രതിഷേധവുമായി തൊഴിലാളികളും എത്തി. മൈക്രോസോഫ്റ്റിന്റെ അസൂർ സോഫ്റ്റ്വെയർ ആണ് നിരീക്ഷണത്തിനും ആക്രമണത്തിനും സഹായകമാകുന്നതെന്നാണ് ആക്ഷേപം. തൊഴിലാളികളുടെ ഇന്തിഫാദിൽ പങ്കാളികളാകൂ, വംശഹത്യ നടത്താൻ തൊഴിലെടുക്കില്ല എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം.